കൊല്ലത്ത് കാലൊടിഞ്ഞ 85-കാരിക്ക് ശസ്ത്രക്രിയയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെലവായത് 85,000 രൂപയാണ് എന്ന പുതിയ വാർത്ത കൂടി ഇന്ന് പുറത്തുവന്നു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മരുന്നുൾപ്പെടെ സകല സാധനങ്ങളും വാങ്ങി നൽകിയിരുന്നു. എന്നിട്ടും 10 ദിവസത്തിന് ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഇവരുടെ ആരോപണം. കൊല്ലം ആയൂർ അകമൺ സ്വദേശി ചെല്ലമ്മയ്ക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത്. അരുൺരാജ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ആയൂർ അകമൺ സ്വദേശി ചെല്ലമ്മയാണ്. ചെല്ലമ്മ ഈ മാസം 13-നാണ് വീണ് പരിക്കേൽക്കുന്നത്. തുടയലിന് പൊട്ടലാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് കൂലിവേലക്കാരനായ മകനാണ് ഒപ്പമുള്ളത്. മകനടക്കമുള്ളവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ഇത് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ അപകടമുണ്ടാകുന്നു, ഒരു അപകടമുണ്ടാകുന്നു. തുടർന്ന് പുനലൂരാണ് കൊണ്ടുപോകുന്നത്. എന്തായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി നമ്മളോട്? ആയൂർ ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ പുനലൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിനകത്ത് പുനലൂർ കൊണ്ടുവന്നു. പുനലൂർ കൊണ്ടു ചെന്നിട്ട് നമ്മളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നമ്മളൊരു ഡോക്ടർ വന്ന് പരിശോധിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ആ ഡ്യൂട്ടിയിലിരുന്ന ഡോക്ടർ എഴുതി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അർജൻറ്റ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. അവിടെ നേരെ റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് വിടുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തുച്ഛമായ പൈസകളും കാര്യങ്ങളും ഉള്ളായിരുന്നു. ജോലി എന്താ? എനിക്ക് കൂലിപ്പണിയാണ് ജോലി, കിണറിൻ്റെ പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. വേളയിൽ നിന്ന് എഴുതി തരും. നമ്മളിവിടെ കൊണ്ടുവന്ന് ഓരോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായാലും മറ്റുള്ള കാര്യത്തിനായാലും എല്ലാത്തിനും നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ഈ അവിടെ നിന്ന് മരുന്ന് ഏതെങ്കിലും തിരികെ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നും തന്നിട്ടില്ല. തന്നെന്ന് പറഞ്ഞാൽ അവിടെ അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടും. അത് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാനുള്ള നിർദ്ദേശം നഴ്സാണോ പറഞ്ഞത്? എഴുതി തരും. അത് ഇന്നടുത്ത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞില്ല. ഈ പിന്നെ ഫിറ്റിംഗ് ചെയ്യുന്നത് മാത്രം ഭഗവതി മെഡിക്കലിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു. അല്ലാതെ വേറെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ മേടിച്ചു കൊടുത്തു. മേടിച്ചു കൊടുത്തു. എത്ര രൂപ ചിലവായി ചേട്ടാ? ഇത്രയും എൻ്റെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ എല്ലാം കൂടെ ഒരു 85 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവുണ്ട്. ഇവിടുന്ന് ഞാൻ പോയ കൂട്ടി മെഡിക്കൽ കടം മേടിച്ചതാണ്. എല്ലാം കടം മേടിച്ചത്. അവർ ഇപ്പോഴും താണ്ട് ഒരാളെ ഞാൻ പൈസ മേടിച്ച് വെച്ചേക്കുക. നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇവിടെ ചെക്കപ്പിന് ആൾ വരും. എല്ലാം കടം മേടിച്ചതാണ്. എൻ്റെ കയ്യിൽ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു. എന്നെപ്പോലുള്ള രോഗികൾ അത്രയും അവിടെ അനുഭവിക്കുന്നുണ്ട്. പണം വാങ്ങി നമ്മൾ തന്നെ സാധനം മേടിച്ചു കൊടുത്താൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എന്ത് പറയുന്നത്? ഉച്ചയ്ക്ക് ആഹാരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി DYFI കൊടുക്കുന്ന ആഹാരം ക്യൂവിൽ നിന്ന് മേടിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഞാനാണ് അവിടെ നിന്നത്, എൻ്റെ സഹോദരി ഞാനിവിടെ നിന്ന്. അമ്മ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ. ഇത് ചെല്ലമ്മയുടെയും ബാബുവിൻ്റെയും മാത്രമല്ല, നിരവധിയായ ആൾക്കാരുടെ പ്രശ്നമാണ് എന്നുകൂടിയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജുകളെല്ലാം ഇത്തരത്തിലാണ് എന്നുള്ളതല്ല ഈ വാർത്തയിലൂടെ ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കൂടി, ഇത്തരം അനാസ്ഥകൾ കൂടി, ഇത്തരം തെറ്റുകൾ കൂടി ഈ മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു തിരുത്തലുകളാണ് ഉണ്ടാകേണ്ടത്. ഇവർക്ക് കൂലിപ്പണിക്കാരനായ ബാബുവിന് 85,000 രൂപയാണ് അമ്മയുമായി ആശുപത്രിയിൽ പോയപ്പോൾ സ്വന്തം പോക്കിൽ നിന്ന് ചെലവാകേണ്ടി വന്നത്. സർക്കാർ ആശുപത്രി, ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനെ സമീപിച്ചതുപോലും വിദഗ്ധ ചികിത്സയ്ക്കും സഹായവും അടക്കം ലഭിക്കാനാണ്. പക്ഷേ അവിടെ ചെന്നുമ്പോഴും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട അവസ്ഥ ബാബുവിനടക്കം ഉണ്ടാവുകയും ചെയ്തു. നിരവധിയായ അനുഭവങ്ങൾ തൻ്റെ മുമ്പിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ബാബു തന്നെ ഇവിടെ പറയുകയും ചെയ്യുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺരാജ്, 24.